ലെബനാനിലേക്ക് 100 ടണ്ണിലധികം മാനുഷിക സഹായങ്ങൾ അയച്ചു ഖത്തർ. അടിയന്തര ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും എത്തിക്കുകയാണ് ലക്ഷ്യം. സൗദിയിൽ തൊഴിൽ കരാറുകൾക്ക് ഇനി നിയമപരിരക്ഷ കൂടുതൽ. ശമ്പളം മുടങ്ങിയാൽ വേഗത്തിൽ നടപടി. ക്യുവ പ്ലാറ്റ്ഫോമിൽ കരാർ രജിസ്ട്രേഷൻ പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് തുടക്കം. കുവൈത്തിൽ ഇന്ന് ഇടിമിന്നലോട് കൂടി മഴയ്ക്കും മൂടൽ മഞ്ഞിനും സാധ്യത. ജാഗ്രത പാലിക്കണം മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ്. യുഎഇയിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. മുന്നറിയിപ്പുമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 2026 ആദ്യ 2 മാസം കുതിച്ചുയർന്ന് ഒമാന്റെ പ്രകൃതിവാതക ഉൽപാദനം. വ്യവസായ മേഖലയിൽ നിന്നുള്ള ആവശ്യം വർദ്ധിച്ചതോടെയാണ് നടപടി. ബഹ്റൈനിൽ കുടുംബ താമസ മേഖലകളിൽ ബാച്ചിലേഴ്സ് താമസിക്കുന്നത് നിയന്ത്രിക്കണമെന്ന് MP. കുടുംബങ്ങളുടെ സ്വകാര്യ ജീവിതത്തെ ബാധിക്കുന്നതിനാൽ വാടക നിയമത്തിൽ ഭേദഗതി വേണമെന്നും നിർദ്ദേശം.